അങ്ങനെ കളങ്കാവൽ കണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മമ്മൂട്ടിക്ക് അഭിനയത്തിൽ ഒരു എതിരാളിയില്ല. അത് വീണ്ടും തെളിയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ. ഇതൊരു പീക്ക് സിനിമയല്ല, പക്ഷെ 2-3 ഹൈ മൂമെന്റ്സ് ഉണ്ട് സിനിമയിൽ. അത് കൃത്യമായി ഇന്റർവെൽ ക്ലൈമാക്സ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിലും പടത്തിലെ മ്യൂസിക് ആൻഡ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില അഭിനയ മുഹൂർത്തങ്ങളിലൂടെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടം കണ്ടു കഴിയുമ്പോൾ അയ്യോ ഇതെന്തൊരു മോശം സിനിമയാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ ഒരു മുഴുനീള ഗംഭീര സിനിമയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം, ഒരു നല്ല പടം. എന്നാൽ പെർഫോമൻസിനെ കുറിച്ച് ചോദിച്ചാൽ മറിച്ചൊരു അഭിപ്രായം ആർക്കും ഉണ്ടാകില്ല. ഗംഭീര പ്രകടനം തന്നെയാണ്. പക്ഷെ ഒന്ന് പറയാം, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മുൻനിര സീനിയർ സ്റ്റാറും തയ്യാറാകില്ല ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ. മേ ബി പൃഥ്വിയോ ആയുഷ്മാൻ ഖുറൈഷിയോ ഒക്കെ ഇമേജിന്റെ ഭാരമില്ലാതെ ചെയ്തേക്കാം. എന്നാലും ഇങ്ങനെ ഒരു മുഴുനീള വില്ലൻ വേഷം ചെയ്യുമോ എന്ന് സംശയമാണ്. ഇമേജ് ബ്രേക്ക് ചെയ്ത് പുള്ളിക്ക് പ്രാന്തായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ തയ്യാറാകുമോ? ഇപ്പോഴും സിനിമ കണ്ട് ഇറങ്ങിയിട്ടും ഇപ്പോഴും ആ ഒരു തമിഴ് സോങ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നീലക്കായും വെളിച്ചം, ആ വരികളും മുജീബിന്റെ BGM-ഉം പിന്നെ മമ്മൂക്കയുടെ ആ സിഗരറ്റ് ബഫും നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് സിനിമയിലുടനീളം സ്ക്രിപ്റ്റിൽ നിലനിർത്താൻ സാധിക്കാത്തത് ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ 8 ചാപ്റ്റർ വൈസ് ഉള്ള കഥ പറച്ചിൽ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. എന്നാൽ ചില ചാപ്റ്റേഴ്സിൽ മാത്രമേ ഒരു ഇന്റൻസീവ് ഫീൽ കിട്ടിയുള്ളൂ. പിന്നെ ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ഒക്കെ കിഡിലമായിരുന്നു. ഫസ്റ്റ് ഹാഫും കിടിലമായിരുന്നു. ഇന്റർവൽ ട്വിസ്റ്റും നൈസായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ല ലെങ്തി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇത്ര അങ്ങോട്ട് വലിച്ചു നീട്ടേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നിപ്പോയി. സിനിമയുടെ ക്ലൈമാക്സ് എന്താണെന്ന് സിനിമ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ സിനിമയ്ക്ക് തരാൻ പറ്റിയാൽ മാത്രമേ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ക്ലൈമാക്സ് കൊണ്ടുവരാൻ സിനിമയ്ക്ക് പറ്റിയില്ല. ക്ലൈമാക്സ് കുറച്ചുകൂടി ബ്രൂട്ടൽ ആക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയാണ്. ഇതെനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമാണ്. സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ സസ്പെക്റ്റ് ആരാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴായാലും സസ്പെക്റ്റിനെ പിടിക്കും. പക്ഷെ അത് നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് വേണം കാണിക്കാൻ. പക്ഷെ അത് ഡയറക്ടറിന് സാധിച്ചില്ല. സിനിമ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. മമ്മൂക്കയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഓൺ ടൈം വാച്ച് ചെയ്യാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.